ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയും വാർത്താമാധ്യമങ്ങളും ഒക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ്. സിനിമാ മേഖലകളിലും സീരിയൽ മേഖലകളിലും നടക്കുന്ന ചൂഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ്. കേരളം കത്തിക്കൊണ്ടിരിക്കുകയാണ്, സിനിമാ മേഖല കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ ചിലപ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഒരു ഭയമുണ്ടാവും. എപ്പോഴെങ്കിലൊക്കെ ഇതൊക്കെ പുറത്തു വരാം എന്നൊരു പേടി കുറച്ചു പേർക്കെങ്കിലും ഉണ്ടാവും. എന്നാലും വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം പുറത്തു പറയേണ്ട പല കാര്യങ്ങളും പുറത്തു വിടാതെയാണ് ഈ പറയുന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എനിവേ, നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ ഒരു സൈഡിൽ നിൽക്കുന്നു. അത് ഒരിക്കലും സാധാരണക്കാരെ ബാധിക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അല്ലെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം സിനിമാ മേഖല, സിനിമകൾ ഉണ്ടാവുന്നു, അത് സാധാരണക്കാർ കാണുന്നു എന്നതിൽ ഉപരി സാധാരണക്കാരെ ഇത് ഈ സിനിമാ മേഖലയിലേക്ക് പോകുന്നവരെ അല്ലാതെ മറ്റ് സാധാരണക്കാരെ ആരെയും ഇത് അങ്ങനെ ബാധിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ സാധാരണക്കാരെയും കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ബാധിക്കുന്ന, പല കുടുംബങ്ങളെയും ബാധിക്കുന്ന ഒരു ദുരന്തം ഇന്ന് സോഷ്യൽ മീഡിയ അടക്കി വാഴുന്നുണ്ട്. നിഷാന വ്ളോഗ്സ്. ഈ നിഷാനെ പോലുള്ള സ്ത്രീകൾ, കുറേ അധികം ആൾക്കാർ ഇന്ന് യൂട്യൂബിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മെമ്പർഷിപ്പ് ലൈവുകൾ എന്ന രീതിയിൽ മെമ്പർഷിപ്പ് എടുത്ത് ലൈവുകൾ, അവരുടെ ലൈവുകൾ കാണാൻ കഴിയും എന്ന രീതിയിൽ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ലൈവുകൾ ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് ചോദിച്ചാൽ, ആ ദോഷം പറയുന്നതിന് മുൻപായിട്ട് ഞാനൊക്കെ +2 അല്ലെങ്കിൽ +1 +2 പഠിക്കുന്ന കാലത്ത് ഞാൻ പഠിച്ച ട്രിവാൻഡ്രത്ത് SMV സ്കൂളിലാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന സമയത്ത് ഓവർബ്രിഡ്ജ്, ഈ കിഴക്കേക്കോട്ടയിലേക്ക് പോകുന്ന വഴി ഓവർബ്രിഡ്ജിൽ കുറേ ആൻറ്റിമാർ നിൽക്കുന്ന കാണാം. ചുരുങ്ങിയ ഒരു 4-5 പേരെങ്കിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ട് പോവുക, അവർക്കൊപ്പം ആ രാത്രി കഴിയുക. രാവിലെ അമ്മേൻ്റെ കാശ് മേടിച്ച് അവരവരുടെ വഴിക്ക് പോകുന്നു. ഇതാണ് അവരുടെ ജോലി. ആ ജോലി എന്താണ് എന്ന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നാൽ ഇത് കാലം മാറിയപ്പോൾ, വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഇത് ഓൺലൈനായിട്ട് മാറിയിരിക്കുകയാണ്. ഓൺലൈൻ പെൺവാണിഭം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത്രയും ഗതികെട്ട ആൾക്കാർക്ക് കണ്ടാസ്വദിക്കാൻ വേണ്ടി വീഡിയോ ലൈവുകളിലൂടെ അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഈ പറയുന്ന നിഷാന വ്ളോഗ്സിനെ പോലുള്ള ആൾക്കാർ. ഇവർ പണ്ട് ഞാൻ ഇവരെ കാണുന്നത് ടിക്ടോക്കിലാണ്. പണ്ട് ടിക്ടോക്കിൽ ഇവരുണ്ടായിരുന്നു. ആ സമയത്ത് പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ യൂട്യൂബ് വന്നപ്പോൾ, യൂട്യൂബിലേക്ക് മാറിയപ്പോൾ, ടിക്ടോക്കൊക്കെ നിർത്തി, ടിക്ടോക്കൊക്കെ ബാൻ ചെയ്ത് എല്ലാവരും യൂട്യൂബിലേക്ക് ചേക്കേറി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ചേക്കേറിയപ്പോൾ ഈ പറയുന്ന മെമ്പർഷിപ്പ് ലൈവ്, അതിലൂടെ ലൈവുകൾ ചെയ്ത് കാശുണ്ടാക്കുന്നതാണ് ഇവരുടെ പരിപാടി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് എങ്ങനെയാണ് സാധാരണക്കാരെ ബാധിക്കുന്നത്, എങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു അമ്മ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ 15 വയസ്സുള്ള മകൾ, ആ മകള് യാദൃശികമായിട്ട് ഇവരുടെ വീഡിയോ കാണാൻ ഇടയുണ്ടായി. അപ്പോൾ ആ മകൾ അമ്മയോട് ചോദിക്കണം, അമ്മ ഈ ആന്റി എന്താ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ധരിച്ച് വീഡിയോയിൽ വന്നേക്കുന്നത് എന്ന് ചോദിച്ചു. ശരിക്കും അക്ഷരാർത്ഥത്തിൽ ആ അമ്മ ഞെട്ടി. കാരണം ഇന്ന് എല്ലാ കുട്ടികളും ഓൺലൈൻ ട്യൂഷനും അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് പാരന്റ്സിന്റെ കൺമുന്നിൽ വെച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുണ്ട്. പാരന്റ്സിന്റെ പ്രസൻസ് ഇല്ലാതെ യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഈ കൗമാര പ്രായക്കാരുള്ള കുട്ടികളെ വഴിതെറ്റിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലൈവുകളും വീഡിയോകളുമാണ് ഈ നിഷാന, അതുപോലെ നിമിഷ ബിജോ തുടങ്ങിയുള്ള ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ നടക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഇവർക്കെതിരെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ചാനൽ സ്ട്രൈക്ക് ചെയ്ത് പൂട്ടിക്കുക, അല്ലെങ്കിൽ ഇവരുടെ ചാനലിന്റെ താഴെ പോയിട്ട് ആൾക്കാരെ കൊണ്ട് മോശം കമന്റുകൾ ഇടിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ സ്ഥിരം പരിപാടികൾ. ശരിക്കും ഇവരെയെല്ലാം നിലയ്ക്ക് നിർത്തേണ്ട സമയം കഴിഞ്ഞു. ഇനി മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചു, ഇവരെയൊക്കെ ഒഴിവാക്കേണ്ട, അല്ലെങ്കിൽ ഇവരെ നമുക്ക് വേണമെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകാം, ഇവരുടെ ഒന്നും വീഡിയോ കാണാതിരിക്കാം, ബ്ലോക്ക് ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷെ കുട്ടികൾ എന്ത് ചെയ്യും? ഇന്നത്തെ ഈ 15 വയസ്സും 14 വയസ്സും അല്ലെങ്കിൽ 18 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ അവരെങ്ങനെ പറഞ്ഞു തിരുത്തും? അവർ നോക്കുമ്പോൾ എന്താണ്, അതിപ്പോൾ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ, എസ്പെഷ്യലി പെൺകുട്ടികൾ, അവർ നോക്കുമ്പോൾ ഈ ആന്റി ഇങ്ങനെയൊക്കെ നിൽക്കുന്നു, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കാശ് കിട്ടുമല്ലേ, സ്വാഭാവികമായിട്ടും അവർ ചിലപ്പോൾ അതിലേക്ക് മാറാം, അവരുടെ ചിന്താഗതി അങ്ങോട്ട് മാറാം. മെമ്പർഷിപ്പ് ലൈവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അല്ലാണ്ട് വീഡിയോ ലൈവുകൾ ആയിക്കോട്ടെ, ഈ ലൈവുകളിൽ വന്നിട്ട് ഇത്തരം വീഡിയോകൾ കാണാനും ഇവരെ പോലെ ആവാനും ഒക്കെയുള്ള പ്രചോദനം ഈ കുട്ടികൾക്ക് ഉണ്ടാവും. ടീനേജ് പ്രായത്തിലാണ് ഏത് രീതിക്ക് വേണമെങ്കിലും കുട്ടികൾ മാറാൻ പറ്റുന്ന ഒരു ഏജ് എന്ന് പറയുന്നത്. 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ് നോർമലി കുട്ടികളുടെ ചിന്താഗതികൾ മാറുന്നത്. ഇതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ പ്രായത്തിലുള്ള കുട്ടികളാണ് ഇന്ന് കൂടുതലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ്സുകൾക്കും അല്ലെങ്കിൽ അത്തരം സ്റ്റഡീസിന് വേണ്ടി. അപ്പൊ ഈ കുട്ടികളെ വഴിതെറ്റിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ നിഷാന അല്ലെങ്കിൽ അതുപോലെ നിമിഷ ഇവരൊക്കെ ചെയ്യുന്നത്. ഇവരൊക്കെ ശരിക്കും ഇപ്പോൾ സെലിബ്രിറ്റീസ് ആണ്. നില നമ്പ്യാർ അതുപോലെ നിമിഷയൊക്കെ ഇപ്പോൾ സെലിബ്രിറ്റീസ് ആണ്. ഇവരുടെ ഇന്റർവ്യൂ എടുക്കാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. പക്ഷേ ശരിക്കും സമൂഹത്തിന് ദോഷം വരുത്തുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആളുകൾ. ഞാൻ ഒരു കാര്യം തീർത്തു പറയുന്നു, ഇവരെ ഒഴിവാക്കിയില്ലെങ്കിൽ പല കുടുംബങ്ങളും നശിക്കപ്പെടാം. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ലൈവ് കാണാൻ പോകുന്നത്. അതിനകത്ത് ഭാര്യമാരുള്ളവരുണ്ട്, മക്കളുള്ളവരുണ്ട്. അതിന്റെ താഴെ വരുന്ന കമന്റുകൾ, അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞാൻ കാണാൻ പോയിട്ടില്ലേ, ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. പലരും വീഡിയോ ചെയ്ത അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പലരുടെയും വീഡിയോകളിൽ കണ്ടുള്ള അനുഭവം വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. റിയാക്ട് ചെയ്ത ആൾക്കാരുടെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ റിയാക്ട് ചെയ്യുന്നവർക്കെതിരായിട്ട് ഇവർ അസഭ്യം പറയുക, സ്ട്രൈക്ക് കൊടുക്കുക തുടങ്ങിയ കലാപരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. ഈ വീഡിയോ ഞാൻ ബ്ലർ ചെയ്യും. ചാനൽ സ്ട്രൈക്ക് അടിപ്പിക്കുന്നതോട് എനിക്ക് താല്പര്യമില്ല. ബിജിയെ ലൈവിൽ കളി പഠിപ്പിക്കുന്ന നിഷാന, ഇതാണ്
തമ്പനയിൽ എന്ന് പറയുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ട് നോക്കാം. ഞാൻ ജസ്റ്റ് ബ്ലർ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം. കമ്പിയാക്കി കൊടുക്കും. എനിക്ക് ഇതുകൊണ്ട് എന്താ ലാഭം? ഒരു ലാഭമില്ല. ബിജി ഒരു കാര്യം ബിജി ടിക്ടോക്കിൽ നല്ല ഫാൻസും ഉണ്ട്, കാര്യങ്ങളുണ്ട്. അവരെയൊക്കെ യൂട്യൂബിലോട്ട് കൊണ്ടടിപ്പിക്കുക. യൂട്യൂബിൽ ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് യൂട്യൂബിലോട്ട് കൊണ്ടടിപ്പിക്കുക. പിന്നെ അതേ ഉള്ളൂ. എനിക്ക് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുന്നു ശാന്തിച്ച്. ഞാൻ പറഞ്ഞുതരാം. അതെന്റെ ഫോൺ പേഴ്സണൽ നമ്പർ ഇട്ടുതരാം. അതിലെനിക്ക് എങ്ങനെയാലും അതൊന്ന് പറഞ്ഞു തരാണെങ്കിലേ ഞാൻ തുടങ്ങി നോക്കട്ടെ എങ്ങനെയാണ്. കാരണം ഏതായാലും ഞാൻ 10 പൈസ ഉണ്ടാക്കണം. അതാ നാറിയിട്ട് എന്തിനാ ഈ പൈസ മേടിക്കാതിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാനും ചോദിക്കുന്നത്. ഞാൻ ഇന്നലെ 900 പേര് വെറുതെ ഇരിക്കുക. ഞാനാണെങ്കിൽ ചേട്ടാമ്മേ എനിക്ക് ഇത് ഇവന്മാര് കൂടുതൽ എനിക്കൊരു ഉപയോഗമില്ല ഒന്നിനെയും കൊണ്ടും. എന്നാ പിന്നെ എല്ലാവരും ഫീസ് മേടിക്കുക. ഫീസ് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ട്രെയിനും എനിക്ക് സിം അറിഞ്ഞാൽ മാത്രമേ ഞാൻ പറയുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്നെ പോലെ പേഴ്സണലായിട്ടൊരു പെയ്ഡ് കോൾ അങ്ങോട്ട് തുടങ്ങും. വാട്സപ്പും ബോട്ടും ഒക്കെ കൊടുത്തിട്ട്. അതെങ്ങനെയാ? അതെന്താ, പേഴ്സണലായിട്ട് നമ്പർ കൊടുത്തിട്ട് പെയ്ഡ് കോൾ വിളിക്കണം. നമ്മൾ സംസാരിച്ച് സൂപ്പിച്ചു കൊടുക്കുന്നതൊക്കെ പ്രൈവറ്റ് ആയിട്ടൊക്കെ സൂപ്പിച്ചു കൊടുത്താൽ പോരെ. എന്തിനാ അപ്പൊ നമ്മൾ അങ്ങനെ വീഡിയോ കോൾ ചെയ്യുമ്പോ അവര് നമ്മുടെ റെക്കോർഡ് എടുക്കില്ലേ? ഇപ്പം ബിജി ഈ പബ്ലിക്കായിട്ട് സൂപ്പിച്ചു കൊടുക്കുന്നത് എന്തോരം ആൾക്കാർ കൊണ്ട് എന്തോരം ആൾക്കാർ എടുക്കുന്നു. പക്ഷെ അത് നമ്മൾ പേഴ്സണലായിട്ട് പറയുമ്പം നമ്മള് പബ്ലിക്കായിട്ട് നമ്മളൊന്നും കാണിക്കില്ലല്ലോ. അതൊരിത്തിരില്ലേ എന്ത് പേഴ്സണലായിട്ട് ഇപ്പൊ ചേച്ചി എന്നെ വീഡിയോ കോൾ ചിലപ്പോ നമ്മളിങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ എന്തോരം യൂട്യൂബിലുണ്ട്. എന്റെ എന്തോരം സ്ക്രീൻഷോട്ട് എന്റെ യൂട്യൂബിലുള്ള കണ്ടില്ല. ഇത് ടാങ്കോയിൽ ട്വിറ്ററിലെ. എനിവേ ഇതാണ് സംഭവം. നാണം കെട്ടും പണം ഉണ്ടാക്കിയാൽ നാണക്കെടും ആ പണം മാറ്റും. ഇതാണ് നിഷാനയുടെ മോട്ടോ എന്ന് പറയുന്നത്. എത്ര നാണം കെട്ടാലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് പണം കിട്ടിയാൽ മതി. ഒരു മകളും ഒരു മകനുമുള്ള സ്ത്രീയാണ് നിഷാന. ഇനി ബിജിയെ കുറിച്ച് പറയുവാണെങ്കിൽ ബിജി ദുബായിലാണെന്ന് തോന്നുന്നു. മിക്കവാറും കള്ളും കുടിച്ച് തെറി പറയുന്ന കുറെ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. തെറിയാണ് അവരുടെ വീഡിയോകളിലൂടെ പുറത്തേക്ക് കേൾക്കുന്നത്. അപ്പൊ അവരും നിഷാനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഈ നമ്മളിപ്പോൾ കേട്ടത്. ഇതിനകത്ത് നിഷാന പറഞ്ഞു കൊടുക്കുന്നത്, നീ ടിക്ടോക്കിലുള്ള ആൾക്കാരെ കംപ്ലീറ്റ് യൂട്യൂബിലേക്ക് കൊണ്ടുപോകാം, എന്നിട്ട് ഇവിടെ നിനക്ക് ലൈവുകൾ ചെയ്ത് കാശുണ്ടാക്കാം. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു മകളെയും ഒരു മകനെയും മുന്നിൽ വെച്ചിട്ടാണ് ഇവർ ഇത്രയും തേർഡ് റൈറ്റ്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഴക്കേക്കോട്ടേക്ക് പോകുന്ന ഓവർബ്രിഡ്ജിൽ നിൽക്കുന്ന ആ സ്ത്രീകളെക്കാളും അവരെക്കാളും ഗതികെട്ട് ജീവിക്കുന്ന വ്യക്തികൾ. ഇനി ഇത് കാണാൻ ആളുള്ളതുകൊണ്ടാണല്ലോ കാണിക്കുന്നതെന്ന് ചോദിക്കാം. ശരിയാണ്, കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യം വല്ലോളുമാരുടെയും വീഡിയോ കണ്ടിട്ട് തീർക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലെ പല പുരുഷന്മാർക്കുള്ളൂ. അവനവന്റെ വീട്ടിൽ പെണ്ണുമ്പിള്ളയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് ഇവരുടെ ലൈവുകൾ കാണാൻ പോകുന്നുണ്ട്. പക്ഷെ ആ ലൈവുകൾ ഈ പറഞ്ഞ പോലെ പെയ്ഡ് ലൈവുകൾ ഉണ്ട്, മെമ്പർഷിപ്പ് ലൈവുകൾ ഉണ്ട്. അപ്പോൾ അവനവന്റെ കയ്യിലെ കാശ് മുടക്കിയാണ് ഇത് കണ്ട് ആസ്വദിക്കുന്നത്. വീട്ടിൽ ഭാര്യയും മക്കളെയും വെച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കേണ്ട കാശ്. എത്രയോ കുടുംബങ്ങൾ ഇതിലൂടെ നശിക്കപ്പെടുന്നു, എത്രയോ കുട്ടികൾ. അപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്ന 10 പേരെങ്കിൽ 10 പേര് നിഷാന വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനൽ റിപ്പോർട്ട് അടിച്ച് കളയുക, ചെയ്യുക. അതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. താങ്ക് യു.